കാക്കനാട് DLF ഫ്ളാറ്റിൽ 350-ലധികം ആളുകൾ ഛർദിയും വയറിളക്കവും ബാധിച്ച് ചികിത്സയിൽ. വെള്ളത്തിൽ നിന്നും രോഗം പടർന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. സ്ഥലത്തെ സാഹചര്യം പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് 30-അംഗ സംഘത്തെ നിയോഗിച്ചു. മെയ് അവസാന ആഴ്ച മുതൽ ഫ്ളാറ്റിലെ ചിലർക്ക് രോഗബാധ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് പ്രശ്നം വഷളായത്. ഔദ്യോഗിക കണക്ക് പ്രകാരം 350-ലധികം ആളുകൾ വയറിളക്കവും ഛർദിയുമായി ഇതുവരെ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതിൽ 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികളും ഉൾപ്പെടും. ഇവിടെ ഈ പ്രശ്നം തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പനി ഛർദിയാണ് തുടങ്ങിയത്, പിന്നെ വയറിളക്കും. ഇങ്ങനെ തുടങ്ങിയത് ഓരോ കേസുകളായി, പിന്നെ അത് കൂടി. ഈ കഴിഞ്ഞ 4 ദിവസമായിട്ടാണ് വളരെ രൂക്ഷമായ സിറ്റുവേഷനിലേക്ക് എത്തിയത്. ഒരു ഫ്ലാറ്റിൽ തന്നെ 2-3 ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ, കുട്ടികൾ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ്. ഫ്ളാറ്റുകളിൽ ഉപയോഗിച്ച വെള്ളത്തിൽ നിന്നും അണുബാധ ഉണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. സ്വകാര്യ വ്യക്തി നടത്തിയ പരിശോധനയിൽ ഈകോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം വെള്ളത്തിൽ കണ്ടെത്തിയിരുന്നു. വിഷയം പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് 30-അംഗ സംഘത്തെ നിയോഗിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ജില്ലാ കളക്ടർ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. വിഷയം വളരെ ഗൗരവതരമാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പ്രാഥമികമായിട്ടുള്ളൊരു റിപ്പോർട്ട് ഇന്നലെ അവിടെ സന്ദർശിച്ച മെഡിക്കൽ ടീം നൽകിയിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി 30-അംഗ സംഘത്തെ തന്നെ ആരോഗ്യവകുപ്പ് അവിടെ നിയോഗിച്ചിട്ടുണ്ട്. 15 ടവറുകളിലായി 5000-ലധികം താമസക്കാരാണ് DLF ഫ്ളാറ്റിലുള്ളത്. രോഗവിവരം ആരോഗ്യവകുപ്പിനെ അറിയിക്കുന്നതിൽ വീഴ്ച വന്നുവെന്നും ആരോപണമുണ്ട്. മീഡിയ 1 കൊച്ചി.